ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിച്ചു. നമുക്ക് ഈ വാരത്തിൻ്റെ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ ഒരു വചനഭാഗവും 2 വിശുദ്ധരുടെ മൊഴികളും ഉപകാരപ്പെടും. വചനഭാഗം 2 തീമോത്തി 3-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. 2 തീമോത്തി 3:12 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നീ പീഡിപ്പിക്കപ്പെടും. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചാൽ നീ പീഡിപ്പിക്കപ്പെടും. നാം ക്രിസ്തുവിനെ സ്നേഹിച്ച് അംഗീകരിക്കുന്നവരാണെങ്കിൽ ലോകം നമ്മളെ ദ്വേഷിക്കും. ലൗകികമായി ചിന്തിക്കുന്നവര്, ദൈവത്തെ അറിയാത്തവര് നമ്മെ പീഡിപ്പിക്കും. അതിന് നമ്മൾ ഒരുങ്ങിയിരിക്കണം. നമ്മൾ പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പോൾ പോലും നീ സഹനങ്ങള്, പരീക്ഷണങ്ങള്, വെട്ടിയൊരുക്കുന്ന അനുഭവങ്ങള്, പ്രലോഭനങ്ങള് ഇതെല്ലാം പ്രതീക്ഷിക്കണം. അതൊക്കെ ശക്തമായിട്ടുണ്ടാവും. കർത്തൃ ശുശ്രൂഷ. അപ്പം യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ തീരുമാനമെടുക്കുന്നവരോ നിശ്ചയമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2 വിശുദ്ധരുടെ മൊഴികൾ നമ്മെ സഹായിക്കും. വിശുദ്ധ ഡോൺ ബോസ്കോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വർഗത്തിലുള്ള നിന്റെ പ്രതിഫലം നീ ചിന്തിച്ച് ധ്യാനിച്ച് മുന്നേറുന്നെങ്കിൽ നിന്റെ ജീവിതത്തിലെ വേദനകളും നൊമ്പരങ്ങളും അതെടുക്കുന്നതിൽ നീ സന്തുഷ്ടനായിരിക്കും. നമ്മൾ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കണമെന്ന്. അതിന് നാം ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിലുള്ള നിന്റെ പ്രതിഫലം. നീ നൊമ്പരമെടുക്കുമ്പോൾ, സഹനമെടുക്കുമ്പോൾ അതിന് വരാനിരിക്കുന്നത് എന്താണെന്ന് നീ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് 2 കൊറിന്തോസ് 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, നിന്റെ സഹനം താൽക്കാലികമാണ്. അങ്ങേറ്റം പോയാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമ്മൾ സഹിക്കേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ അതിനുള്ള പ്രതിഫലം അനുപമമായ മഹത്വം. പാടുപീഡ സഹിച്ച് കുരിശിൽ മരിച്ച യേശുവിന് പിതാവായ ദൈവം നൽകിയത് മരിച്ചവരുടെ ഇടയിൽ കടക്കാൻ അനുവദിച്ചില്ല. അവനെ അവരിൽ നിന്നും ഉയർപ്പിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ 2-ാം വായന ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. കുരിശുമരണത്തോളം അവൻ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിധേയനാകാൻ തയ്യാറായി. എന്നാൽ അതിന് പ്രതിഫലമായിട്ട് ദൈവം ചെയ്തത് അവനെ ഉയർപ്പിച്ച് തൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാക്കി. ഇതേ ക്രിസ്ത്യാനികൾക്കൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. നമ്മൾ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ വായിക്കുന്നുണ്ട് ലൂക്ക 16:19 മുതലുള്ള വചനഭാഗത്ത്. അവിടെ നമ്മൾ കാണുന്നത് എന്താ? ധനവാൻ ഭൂമിയിൽ സുഭിക്ഷമായിട്ട് നല്ല സുന്ദരമായ ജീവിതം നയിച്ചു. ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ സുഖങ്ങളും, എയർ കണ്ടീഷൻ സുഖം അവൻ അനുഭവിച്ചു. പക്ഷെ മരണാനന്തരം അവൻ വേദനയിൽ കഴിയുന്നത് നമുക്ക് കാണാൻ പറ്റും. അവൻ നോക്കിയപ്പോൾ ഭൂമിയിൽ ഒരുപാട് ദുരിതം അനുഭവിച്ച ലാസർ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഡോൺ ബോസ്കോ പറഞ്ഞത്, സ്വർഗത്തിൽ നമുക്ക് കിട്ടുന്ന ആ പ്രതിഫലം, അതേക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ ലോകത്ത് നമ്മൾ സഹിക്കേണ്ടി വരുമ്പോൾ, വേദനയെടുക്കേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ സന്തുഷ്ടരായിരിക്കും. പരാതി പരിഭവമല്ല നമ്മൾ പറയുക, പ്രതികരിക്കല്ല നമ്മൾ ചെയ്യുക. പ്രതിഫലം വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ അതിന് വിധേയപ്പെടാൻ നാം തയ്യാറാകും എന്നുള്ളത് ഈ വിശുദ്ധൻ്റെ മൊഴികളാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു വിശുദ്ധ, ലീമായിലെ വിശുദ്ധ റോസ്. അവർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ലീമായിലെ വിശുദ്ധ റോസ് അവർ പറഞ്ഞത്, സഹനത്തിൽ
ഒളിഞ്ഞു കിടക്കുന്ന നിധി കണ്ടെത്തിയവരാരും സഹനത്തെക്കുറിച്ച് പരാതി പരിഭവം പറയത്തില്ല. നമ്മുടെ ഈ ചെറിയ ചെറിയ കാര്യം, ഇന്നത്തെ സുവിശേഷ ഭാഗം നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടെങ്കിൽ യേശുവിനുണ്ടായ സഹനം കൈക്കെട്ടിനുണ്ട് അടി കിട്ടുന്നത് പോലെയോ, അല്ലെങ്കിൽ കാലിനിട്ട് രണ്ട് അടി കിട്ടുന്നത് പോലെയോ, കയ്യോ കാലോ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുമ്പം വേദന ഉണ്ടാകുന്നത് പോലെയോ വല്ലതും ആണോ? അതിനേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലുള്ള സഹനം, അതാണ് യേശുവിനുണ്ടായത്. ഇനി അതൊന്നും പരാതി പരിഭവമാക്കിയില്ല. യെശയ്യാ 50 എൻ്റെ ഒരു ഭാഗം നമ്മൾ ആദ്യവായനയായിട്ട് വായിച്ചു കേട്ടതാണ്. അവൻ്റെ താടിരോമം വലിച്ചു പറിച്ചു, അവൻ്റെ മുഖത്ത് കാർപ്പിച്ചു തൂപ്പി, അതൊന്നും അവൻ പ്രശ്നമാക്കിയില്ല. അപ്പം അതുകൊണ്ട് സഹനത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ആ സഹനത്തെപ്പറ്റി നമ്മൾ പരാതി പരിഭവം പറയില്ല എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവായിട്ട് യേശുവിനെ നമുക്ക് എടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കി നമ്മുടെ മനോഭാവം കണ്ടെത്തണം. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനോഭാവം ധരിക്കണം. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. റോമ 8:9 വായിച്ചാൽ യേശുവിൻ്റെ ഉള്ളിലുള്ള അതേ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ മനോഭാവം, യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ലക്ഷ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ക്രിസ്ത്യാനി ലക്ഷ്യമാക്കേണ്ടത്, സ്വന്തമാക്കേണ്ടത് എന്നുള്ളത് ഈശോ നമ്മെ വചനത്തിൽ ഓർമ്മിപ്പിക്കുക. ആർക്കാണ് സ്വർഗത്തിൽ പോകാൻ പറ്റുക? 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വചനങ്ങൾ വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊന്തയിട്ട് നടന്നെന്ന് വിചാരിച്ച് സ്വർഗത്തിൽ പോകണമെന്നില്ല. കൊന്തയുടെ കൂടെ വെന്തിങ്ങും കൂടെ ഇട്ടാലും സ്വർഗത്തിൽ പോകണമെന്നൊന്നുമില്ല. ഭക്താഭ്യാസങ്ങൾ നടത്തിയാൽ സ്വർഗത്തിൽ പോകണമെന്നൊന്നുമില്ല. നമ്മളെക്കാളൊക്കെ ഭക്താഭ്യാസം നടത്തിയവരാണ് പരിസേരും നിയമജ്ഞരും. എന്നിട്ട് അവർക്ക് എന്ത് പറ്റി? അപ്പം അതുകൊണ്ട് ഇതൊന്നും അല്ല നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുക എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കണം. 1 യോഹന്നാൻ 5:11-12 വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി സ്വർഗത്തിൽ പോകാനുള്ള സാധ്യത ദൈവം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. നിത്യജീവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലാണ്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്. യേശുവിനെ സ്വന്തമാക്കിയവരെ നിത്യജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. യേശുവിൻ്റെ ഒരു ഫാനായി മാറിയതുകൊണ്ടൊന്നും ഇത് നടക്കാൻ പോകുന്നില്ല. യേശുവിനെ കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കുറേ ഭക്താഭ്യാസങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മളെ സ്വർഗത്തിൽ എത്തിക്കണമെന്നില്ലെന്ന്. യേശുവിൻ്റെ സ്വന്തമായി മാറിയിട്ടുണ്ടോ? യേശു നമ്മെ സ്വന്തമാക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? സ്വർഗത്തിൽ പോയിരിക്കും. മറ്റുള്ളവരെന്ത് പറയട്ടെ? വലതുവശത്ത് കിടന്ന കള്ളൻ, അവനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസായിലായിരിക്കും. ഇങ്ങനെ ഒരു വചനം ബൈബിളിൽ ഇല്ലായിരുന്നെങ്കിൽ ആ കള്ളൻ സ്വർഗത്തിൽ പോകുന്നു ഞാൻ എൻ്റെ ജന്മത്ത് വിചാരിക്കില്ലായിരുന്നു. ഒരു കാര്യം അതിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരെ ഒരു കാരണവശാലും നമ്മൾ വിധിക്കരുത്. ബാഹ്യഭാവം കണ്ട് വിധിക്കുന്ന ആ ഒരു മനോഭാവം നമുക്കുണ്ടാകാം, സ്വഭാവം നമുക്കുണ്ടാകാം. അരുത് എന്ന് കർത്താവ് പറയാം. സ്വർഗത്തിൽ ആര് പോകും? സ്വർഗത്തിൽ ആര് പോകില്ല? അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. നമ്മളല്ല അവരുടെ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. 2 ടൈറ്റിൽ ഈ ആഴ്ചയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമുക്ക് സുപരിചിതമാണ്. 1 വിശുദ്ധവാരം, മറ്റൊന്ന് പീഡാനുഭവ വാരം. ഇത് രണ്ടും നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നമ്മളെ ദൈവം ഈ ആഴ്ചയിൽ ക്ഷണിക്കുന്നത് വിശുദ്ധിയിൽ വളരാനാണ്. വിശുദ്ധിയിൽ വളരാൻ, അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ, ഇന്നത്തെ വായനകളിൽ പല കാര്യങ്ങളും നമുക്ക് ഇരുന്ന് ധ്യാനിച്ചാൽ പഠിക്കാൻ പറ്റും. നമ്മളെ അശുദ്ധരാക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിൽ നിന്ന്, നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്ന കാര്യങ്ങൾ ഗൗരവപൂർവ്വം നമ്മൾ എടുക്കണം. അത് ജീവിതത്തിൽ നിന്നും മാറ്റാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് നമുക്ക് വിശുദ്ധരായി ജീവിക്കാൻ പറ്റുക. മറ്റൊന്ന് പീഡാനുഭവ വാരം. കർത്താവിൻ്റെ പീഡാനുഭവത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും.
നമുക്ക് പല വിശുദ്ധരുടെയും ജീവിതം നോക്കിയാൽ കാണാൻ പറ്റും. ഈജിപ്തിലെ വിശുദ്ധ മറിയം ഒരു കാലത്ത് പാപത്തിൽ ആവേശത്തോടെ മുഴുകിയ, പാപസുഖത്തിൽ മുഴുകിയ വ്യക്തി. അവളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. അവൾക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായി. ഒരാലയത്തിലേക്ക് കയറാൻ നോക്കിയിട്ട് പോലും കയറാൻ പറ്റുന്നില്ല. എന്തോ അദൃശ്യ ശക്തി അവളെ ഉന്തി മാറ്റുന്നു. അവൾ അവിടെ ഇരുന്ന്, അപ്പോൾ ദേവാലയത്തിന് പുറത്തായിരുന്നു, അവിടെ ഇരുന്ന് അനുദപിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എത്ര നേരം അവിടെ ഇരുന്നെന്ന് അവൾക്ക് പോലും അറിയില്ല. ഇത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആലയത്തിലേക്കൊന്ന് കയറാവോ എന്ന് നോക്കി. അവൾക്ക് കയറാൻ പറ്റി. അപ്പോൾ അവൾക്ക് മനസ്സിലായി, ആലയത്തിൽ എനിക്ക് കയറാൻ പറ്റാതെ പോയത് എൻ്റെ പാപം മൂലമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വാരത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആലയത്തിന് പുറത്താണോ നമ്മൾ നിൽക്കുന്നത്, അകത്ത് കയറാൻ നമുക്ക് പറ്റണം. ആലയം വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആലയ വിശുദ്ധീകരണം. 12-ാം അധ്യായത്തിലാണ് രാജകീയ പ്രവേശനം, ജെറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം. മറ്റു 3 സുവിശേഷങ്ങളിലും നമ്മൾ കാണുന്നത് ആദ്യം രാജകീയ പ്രവേശനം, അത് കഴിഞ്ഞിട്ടാണ് ആലയ ശുദ്ധീകരണം. കർത്താവ് വന്നത് ഈ ആലയം ശുദ്ധീകരിക്കാനാണ്. ആലയത്തിന് യോജിക്കാത്ത പലതും അവിടെ നടന്നു. നാണയം എക്സ്ചേഞ്ച് ചെയ്യുന്നവർ, ആടിനെയും പ്രാവിനെയും മാടുകളെയൊക്കെ വിൽക്കുന്നവർ, അവരെല്ലാം പുറത്താക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആലയത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തണം. ഏതാണ് നമ്മുടെ ആലയം? നമ്മുടെ ആലയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ദൈവത്തിൻ്റെ വാസസ്ഥലമായ നമ്മുടെ ശരീരം. 1 കൊറിന്തോസ് 3-ാം അധ്യായവും 6-ാം അധ്യായവും വായിച്ചാൽ മതി, ഈ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ആലയത്തെ നമ്മൾ വിശുദ്ധീകരിച്ചെടുക്കണം. ഈ ഹോളി വീക്കിൽ പോലും പോണോഗ്രഫി കാണാതെ, അശ്ലീലം കാണാതിരിക്കാൻ പറ്റാത്തവർ അവരുടെ ആലയത്തിന് എന്ത് വിലയാണ് കൽപ്പിക്കുക? അതല്ലെങ്കിൽ എന്നെ മലിനമാക്കുന്ന, എന്നെ അശുദ്ധിയിലേക്ക് തള്ളിവിടുന്ന, യേശുവിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് തടസ്സമാകുന്ന കാര്യം ഈ സമയത്ത് പോലും ഞാൻ ഉപേക്ഷിക്കില്ലെങ്കിലോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത് ഈ ആലയം ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വാസസ്ഥലമായ നമ്മുടെ ശരീരം, ആ ശരീരത്തിന് ഇണങ്ങാത്ത കാര്യം, ആ ശരീരത്തെ അശുദ്ധിയിൽ കെട്ടിയിട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പുറത്തു വരാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ ആലയത്തിന് പുറത്താണ് നിൽക്കുന്നത് എങ്കിൽ എങ്ങനെയെങ്കിലും അതിനകത്ത് കയറാൻ നോക്കണം. അപ്പോഴാണ് ഈ ആഴ്ചയുടെ ശുശ്രൂഷകൾ നമുക്ക് അനുഗ്രഹപ്രദമാകുന്നത് എന്ന ആ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാമല്ലോ, നോമ്പുകാലം മുഴുവൻ നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയ ഒരു കാര്യമാണ് പാപം വെടിയുക, പുണ്യങ്ങൾ അഭ്യസിക്കുക. യെശയ്യാ 48 യഥാർത്ഥ ഉപവാസം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇതൊക്കെ കേട്ടു പോയിട്ട് എന്ത് കാര്യം? നമ്മൾ കുറേ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ട് എന്ത് കാര്യം? യേശു വന്നത് അങ്ങനെയുള്ള മേഖലയിലെ ചില അപാകതകൾ തിരുത്താൻ വേണ്ടിയാണ്. അവിടെ കർത്താവ് പറയാണ്, നീ പാപം വെടിയുക, പുണ്യങ്ങൾ അഭ്യസിക്കുക, നീ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഞാനെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ മുമ്പിൽ വരും. നിന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രകാശം പൊട്ടിവിരിയും. ഈ പ്രവർത്തിക്ക് തയ്യാറാകാതെ നമ്മൾ കുറേ കാര്യങ്ങൾ വിശ്വസിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് അതൊന്നും സാധ്യമാകണമെന്നില്ല.